ഹായ്, ഇന്ന് നമുക്കൊരു ഉണ്ണിയപ്പക്കഥ കേട്ടാലോ? 2 ദിവസം മുന്നേ ഞാനൊരു സ്റ്റോറി ഇട്ടിരുന്നു, രസകദളി നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് ചോദിച്ചിട്ട്. എനിക്കറിയാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ചോദിച്ചത്. ആ പേര് എനിക്കൊരു അബദ്ധം പറ്റി, അതുകൊണ്ടാട്ടോ ഞാൻ ചോദിച്ചത്. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ അതിൽ പറഞ്ഞത് ഞാലിപ്പൂവൻ പഴമാണ് രസകദളി എന്നാണ്. കുറച്ച് പേര് പാളയംകോടൻ പഴം എന്ന് പറഞ്ഞിരുന്നു. ഞാനും പാളയംകോടൻ പഴമാണ് രസകദളി എന്ന് കരുതി. എനിക്കൊരു അബദ്ധം പറ്റി. അബദ്ധം എന്താണെന്നല്ലേ? ആ അബദ്ധത്തിലൂടെയാണ് എനിക്ക് ഈ ഉണ്ണിയപ്പം കിട്ടിയത്, ഈ ഉണ്ണിയപ്പക്കഥ. ഓണം വിഷുവൊക്കെ ആയാൽ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കും. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് മൈസൂർ പഴം ഉപയോഗിച്ചാണ്. മൈസൂർ പഴം ചേർത്താണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുക. മൈസൂർ പഴം എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പാളയംകോടൻ പഴം അത് ചേർത്താണ് ഞങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുക. ആ ഉണ്ണിയപ്പം എനിക്കിഷ്ടമുള്ളൂ, വേറെ ഏത് പഴം ചേർത്താലും എനിക്കിഷ്ടമല്ല. അപ്പോൾ ആ പഴം കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ഷോപ്പിൽ പോയി, എവിടെ നിന്നും കിട്ടിയില്ല. അപ്പോൾ ഇത്തവണ ഉണ്ണിയപ്പം ഇല്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വിഷുവിൻ്റെ തലേന്ന് ഞാനൊരു ആഡ് കണ്ടു. രസകദളി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, രസകദളി ചിലപ്പോൾ പാളയംകോടൻ പഴം ആയിരിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. മൈസൂർ പഴം, പാളയംകോടൻ പഴം, അതുപോലെ വേറെ പേരായിരിക്കും രസകദളി. ചതി പറ്റി. എനിക്ക് കിട്ടിയത് പാളയംകോടൻ പഴമല്ല, രസകദളി പാളയംകോടൻ അല്ലല്ലോ. പിന്നെ എന്താ എനിക്ക് കിട്ടിയ പഴം? ഞാലിപ്പൂവനാന്ന് വിചാരിച്ചോ നിങ്ങൾ? അതുമല്ല, എനിക്ക് കിട്ടിയത് പൂവൻ പഴമായിരുന്നു. അത് വെച്ച് ഞാൻ എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കും? അതാണെങ്കിൽ വേറെ ഒരു പഴം വെച്ച് ഉണ്ടാക്കിയാലും എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഈ മാവ് അങ്ങനെ വേസ്റ്റായി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി, എന്തെങ്കിലും ആവട്ടെ. ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങണത് ഇപ്പോൾ പാളയംകോടൻ പഴം വെച്ച് തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത്, വേറെ ഏതെങ്കിലും പഴമൊക്കെ വെച്ചായിരിക്കും. എന്നാൽ പിന്നെ ഏതെങ്കിലും പഴം വെച്ചുണ്ടാക്കാം, ഫിലിപ്പൈന് പഴം വാങ്ങിക്കോ, നമുക്ക് അത് വെച്ചുണ്ടാക്കാം എന്നും പറഞ്ഞ് അവസാനം ഞാൻ ആ പഴം വാങ്ങി മിക്സ് ചെയ്ത് വെച്ച് വിഷുവിന് തലേദിവസം ഉണ്ടാക്കി. പിന്നെ ബാക്കി വന്ന മാവ് ഉപയോഗിച്ചപ്പോൾ ഇത് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ രസകദളി എന്ന് പറയുന്നത് പൂവമ്പഴമാണോ ഞാലിപ്പൂവമ്പഴമാണോ ഇപ്പോഴും എനിക്ക് അറിഞ്ഞൂടാന്ന് വേണം പറയാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ സെയിം ഡേ ഞാൻ വാങ്ങിയ സെയിം ഡേ ലുലുവിൽ നിന്ന് രസകദളി എന്ന് പറഞ്ഞ് വാങ്ങിയ പഴം എനിക്ക് കിട്ടിയത് പൂവമ്പഴം, മറ്റു കുറച്ച് പേർക്ക് കിട്ടിയത് ഞാലിപ്പൂവമ്പഴമാണ്. അപ്പോൾ ഏതാണ് രസകദളി? രസകദളി ഞാലിപ്പൂവൻ തന്നെയായിരിക്കും, പക്ഷേ ഷോപ്പുകളിൽ ഇങ്ങനെ രസകദളി എന്ന് പറഞ്ഞ് പൂവമ്പഴവും ഞാലിപ്പൂവമ്പഴവും ഒക്കെ കൊടുക്കുന്നു.